Hello, dear children. Welcome back to SS Online Class. Today we are going to study next topic in this chapter 9, Up You Go. നമ്മൾ മുകളിലോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അനുഭവമാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ മൗണ്ടൈനിയറിംഗ് ക്യാമ്പ് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൈനിയറിംഗ് ഉത്തർകാശിയിലെ ഒരു ചെറിയൊരു അവരുടെ മെമ്മറീസാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഡേയിലെ ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് നമ്മളൊരു ഗ്രൂപ്പ് ലീഡർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബിഗ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ ക്രോസിങ് ദ റിവർ, ഒരു റിവർ ക്രോസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും അതിലവർ എങ്ങനെ വിൻ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് ടോപ്പിക് റോക്ക് ക്ലൈമ്പിംഗ്. എങ്ങനെയാണ് റോക്ക് ക്ലൈമ്പിംഗ് എന്നാണ് പറയുന്നത്. റോക്ക് ക്ലൈമ്പിംഗ് നടക്കുന്നത് 10th February 1984, 1984 February 10th റോക്ക് ക്ലൈമ്പിംഗ്. വി ഹാഡ് ടു ക്ലൈംബ് 15 kilometers ടു റീച്ച് ടെക്ല വില്ലേജ്. ടെക്ല വില്ലേജിലെത്താൻ 15 kilometers കയറണം. ഇറ്റ് വാസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 1600 meters. അത് ഒരു 1600 meter ഉയരം. അവർ റക്സാക്സ് ഹാഡ് ഓൾ ദാറ്റ് വി വേ നീഡ്: ഫുഡ് പാക്കറ്റ്സ്, വാട്ടർ ബോട്ടിൽ, റോപ്പ്, ഹുക്ക്, പ്ലാസ്റ്റിക് ഷീറ്റ്, ഡയറി, ടോർച്ച്, ടവൽ, സോപ്പ്, വിൻഡ് ചീറ്റർ, വിസിൽ, ഗ്ലൂക്കോസ്, ജാഗരി, ചന ആൻഡ് സം അതർ സ്നാക്സ്. ഞങ്ങളുടെ റക്സാക്കുകൾ ഞങ്ങൾക്കാകുന്നതെല്ലാം ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ അവർക്കുള്ളതെല്ലാം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഫുഡ് പാക്കറ്റ്സ്, വാട്ടർ ബോട്ടിൽ, കയറ്, ഹുക്ക്, ദെൻ വിൻഡ് ചീറ്റർ, പ്ലാസ്റ്റിക് ഷീറ്റ്, ഡയറി, ടോർച്ച്, ടവൽ, സോപ്പ്, വിസില്, ഗ്ലൂക്കോസ്, ജാഗരി, ചന, പിന്നെ കുറച്ച് ചെറിയ ചെറിയ സ്നാക്സൊക്കെ ആയിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. വി കുഡ് സീ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോയിങ് ഇൻ ദി സ്റ്റെപ്പ് ഫീൽഡ്. സ്റ്റെപ്പ് ഫീൽഡുകൾ കയറുമ്പോൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ നമുക്ക് കാണാമായിരുന്നു. വി സോ കേണൽ രാം സിംഗ് സ്റ്റാൻഡിങ് ഓൺ എ 90 meters high flat rock with pegs and ropes. ഞങ്ങളുടെ കേണൽ രാംസിംഗിനെ 90 meter ഉയരമുള്ള പരന്ന പാറയിൽ കുറ്റി അതുപോലെ കയറൊക്കെ ഉപയോഗിച്ച് കയറുന്നത് ഞങ്ങൾ കണ്ടു. പെഗ്സ് ആൻഡ് റോപ്പ്, കയറും കുറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് 90 meter ഉയരത്തിലുള്ള പാറയിൽ ഞങ്ങളെ കേണലായിട്ടുള്ള രാംസിംഗ് കയറുന്നത് ഞങ്ങൾ കണ്ടു. വി ഹാഡ് ബീൻ ടോൾഡ് ടു ഫസ്റ്റ് ഒബ്സർവ് ദ റോക്ക് കെയർഫുള്ളി ആൻഡ് ഐഡൻറ്റിഫൈ ഹോൾസ്, പ്ലേസസ് where we can put our hands and feet. ഞങ്ങളോട് റോക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ആദ്യം എന്ത് ചെയ്യുക? റോക്ക് നന്നായി ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക. എവിടെയാണ് ഹോൾഡുകൾ ഉള്ളത്, ആ ഹോൾഡുകളുള്ള സ്ഥലങ്ങളൊക്കെ തിരിച്ചറിയുക. അവിടെ നമുക്ക് കൈ കാലൊക്കെ വെക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ആദ്യം ആ റോക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടുഡേ ഐ വാസ് നോട്ട് ഗോയിങ് ടു ബാക്ക് ഔട്ട്. ഇന്ന് ഞാൻ എന്തായില്ല, ബാക്കിലേക്ക് നിന്നില്ല. ഐ സ്റ്റുഡ് ഫസ്റ്റ് ഇൻ ദി ലൈൻ. ആ ലൈനിൽ ഞാൻ മുൻപിൽ തന്നെ നിന്നു. അവർ ഇൻസ്ട്രക്ടർ ടൈഡ് എ റോപ്പ് അറൗണ്ട് ഹിസ് വേസ്റ്റ്. ഞങ്ങളെ ഇൻസ്ട്രക്ടർ ഞങ്ങളുടെ അരയിൽ ഒരു കയറ് കെട്ടി. ഹി പുട്ട് ദ സ്ലിംഗ് ആൻഡ് ഹെൽഡ് ദ thick rope which was hanging. അങ്ങനെ അവരുടെ ഇൻസ്ട്രക്ടർ അവരുടെ അരയിൽ ഒരു കയറൊക്കെ കെട്ടിയിട്ട് അതിന് ഒരു സ്ലിങ് മീൻസ് കുടുക്ക് ഒക്കെ ഇട്ടു. അതോടൊപ്പം തന്നെ തൂക്കിയിട്ടിരുന്ന ഒരു കട്ടിയുള്ള കയറിൽ തിക് റോപ്പ് വിച്ച് ഹാസ് ഹാങ്കിങ്, ഒരു തൂക്കിയിട്ടിരുന്ന കട്ടിയുള്ള കയറിൽ പിടിക്കാൻ തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് ക്ലൈമ്പിങ് ആസ് ഇഫ്
ഹി വാസ് റണ്ണിങ് അപ്പ്. അവരുടെ റോക്ക് ക്ലൈമ്പിങ് തുടങ്ങിയ ഉടനെ തന്നെ അവന് ഓടുന്ന പോലെ കയറാൻ തുടങ്ങി. അവരുടെ ഇൻസ്ട്രക്ടർ അവർക്ക് അരയിലൊരു കുടുക്കിട്ട് കൊടുത്തു. അതുപോലെ അവർ കുടുക്കിട്ട് കൊടുത്തിട്ട് ഹി പുട്ട് ദ സ്ലിങ്, ആ കുടുക്കിട്ട് അവരുടെ തൂക്കിയിടുന്ന കയറിൽ പിടിച്ചിട്ട് പെട്ടെന്ന് ഓടുന്ന പോലെ കയറാൻ തുടങ്ങി. ഐ ആൾസോ പുട്ട് മൈ സ്ലിങ്, ഞാൻ എൻ്റെ കുടുക്ക് അരയിലുള്ള കുടുക്ക് ഇട്ടു. ബട്ട് ആസ് ഐ ടുക്ക് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഐ സ്ലിപ്പ്ഡ് ആൻഡ് ദർ ഐ വാസ് സ്വിങ്ങിങ് ഫ്രം ദ റോപ്പ്. അത് ഞാൻ കുടുക്കൊക്കെ ഇട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോൾ ഞാൻ സ്ലിപ്പായിപ്പോയി. ഞാൻ അവിടെ ഉണ്ടായിരുന്ന കയറിൽ സ്വിങ്ങായി. സ്വിങ് മീൻസ് ഊഞ്ഞാലാടി. നമ്മൾ പറയില്ല, നമുക്ക് പിടുത്തം കിട്ടാതെ ആ കയറിൽ ഞാൻ ആടിപ്പോയി. Keep your body at the angle of 90 degrees while climbing. I heard. Keep your back straight. Do not bend. നിങ്ങളുടെ ശരീരം 90 ഡിഗ്രി കോണിൽ വെച്ച് കയറുക. ഞാൻ കേട്ടു, ബാക്കിൽ നിന്ന് പറയാണ്. ഞാൻ സ്ലിപ്പായിട്ട് വീഴാൻ പോയപ്പോൾ അവിടുന്ന് ബാക്കിൽ നിന്ന് പറയാണ്, നിങ്ങളുടെ ശരീരം 90 ഡിഗ്രി കോണിൽ വെച്ചിട്ട് കയറുക. ഞാൻ കേട്ടു. നിങ്ങളുടെ പുറം നേരെ വെക്കുക. നമ്മൾ പുറം ഭാഗം നേരെ വെക്കുക, വളയരുത്. കീപ്പിംഗ് ദിസ് ഇൻ മൈൻഡ്, ഇത് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ഐ ഇമാജിൻഡ് ദ റോക്ക് ആസ് ഫ്ലാറ്റ് ഗ്രൗണ്ട് ആൻഡ് സ്റ്റാർട്ടഡ് ടു ക്ലൈംബ് അപ്പ്. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പാറയെ സങ്കല്പിച്ച് ഒരു പരന്ന നിലം ചവിട്ടി മുകളിലേക്ക് കയറാൻ തുടങ്ങി. അഗെയിൻ വൈൽ കമ്മിങ് ഡൗൺ വി ഹാഡ് ടു യൂസ് ദ റോപ്പ് ഇൻ എ സ്പെഷ്യൽ വേ കോൾഡ് റാപ്ലിംഗ്. വീണ്ടും താഴേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് കയറ് ഉപയോഗിക്കേണ്ടി വന്നു. റാപ്ലിംഗ്. ഐ ഡിഡ് ദിസ് വിത്ത് ദ സെയിം ഫെയർലെസ്നെസ്. ഒരു റാപ്ലിങ് എന്താ പറയുക, പ്രത്യേക രീതിയിലുള്ള റാപ്ലിങ്, അതേ ഫെയർലെസ്നെസ്സിൽ ഞാനിത് ചെയ്തു. ആ റാപ്ലിങ് അവർ ചെയ്തപ്പോൾ ഒട്ടും ഭയമില്ലാതെ ഞാൻ വീണ്ടും അത് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, റോക്ക് ക്ലൈമ്പിംഗ് ആണ് പറയുന്നത്. അപ്പോൾ അവർക്ക് എത്താനുള്ളത് ടെക്ല വില്ലേജിലേക്കാണ്. അപ്പോൾ 15 കിലോമീറ്റർ കയറിയിട്ട് ടെക്ല വില്ലേജിൽ എത്താൻ കഴിയുള്ളത്. ഒരു 1600 മീറ്റർ ഉയരമുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് പോകുമ്പോൾ അവരുടെ റക്സാക്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ദെൻ അവരവിടെ എത്തിയപ്പോൾ അവരുടെ കേണലായിട്ടുള്ള രാംസിംഗ് പെട്ടെന്ന് തന്നെ കുറ്റി കയറൊക്കെ വെച്ച് ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടി മുകളിലോട്ട് കയറി. ദെൻ ഞാൻ മുന്നോട്ട് നിന്നു. കാരണം ഇന്നലെ ഭയന്ന പോലെ ഇന്ന് ഭയന്ന് നിന്നില്ല എന്നാണ് പറയുന്നത്. ലൈനിൽ മുന്നിൽ തന്നെ നിന്ന് ഫസ്റ്റ് കയറി. അവർ അരയിലൊരു കുടുക്കൊക്കെ ഇട്ട് കയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് കയറുന്നത്. ഫസ്റ്റ് വീഴാൻ പോയപ്പോൾ ഞാൻ സ്ലിപ്പായി. അതിൽ അവർ പറഞ്ഞു, എന്താ പറഞ്ഞേ, കീപ്പ് യുവർ ബോഡി അറ്റ് ആൻഡ് ആംഗിൾ ഓഫ് 90 ഡിഗ്രി ആംഗിളിൽ നിങ്ങളെ ബോഡി വെച്ചിട്ട് വളയാതെ കയറുക എന്ന് പറഞ്ഞു. തന്നെ ഒരു സ്ട്രെയിറ്റ് ആയ പാറയിൽ പിടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ കയറി എന്നാണ് പറയുന്നത്. ടെൽ, ഹാവ് യു എവർ ക്ലൈംബ്ഡ് എ ട്രീ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മരത്തിൽ കയറിയിട്ടുണ്ടോ? ഹൗ ഡിഡ് യു ഫീൽ? കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് മരത്തിൽ കയറിയപ്പോൾ നിങ്ങളുടെ ഫീല് എന്തായിരുന്നു? വെർ യു സ്കാർഡ്? ഡിഡ് യു എവർ ഫാൾ? നിങ്ങൾക്ക് ഭയം തോന്നിയിരുന്നോ? അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും വീണു പോയോ? ടെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മരത്തിൽ കയറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് തോന്നുന്നു? ഹൗ ഡിഡ് യു ഫീൽ? എങ്ങനെയാണ് അനുഭവം തോന്നിയത്? അതുപോലെ നിങ്ങൾ മരത്തിൽ കയറിയപ്പോൾ ഭയന്നിരുന്നോ? ആൻഡ് ഡിഡ് യു എവർ ഫാൾ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വീണു പോയോ? ഇതാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളെന്ത് പറയും? യെസ് ഓർ നോ അല്ലേ. അപ്പം നമ്മൾ പറയും, ഫോർ എക്സാമ്പിൾ, അപ്പം മാമാണ് കയറിയതെങ്കിൽ യെസ് ഞാൻ കയറിയിരുന്നു. അപ്പം എന്താ പറയുക, ഹൗ ഡിഡ് യു ഫീൽ? നിങ്ങൾക്ക് എന്താ ഫീൽ തോന്നിയത്? ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നുമെങ്കിൽ കയറിയാൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഭയം തോന്നിയിരുന്നു, പിന്നെന്താ നമ്മൾ കയറിയിട്ട് അത് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അതുപോലെ വീണു പോയോ അല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ടും വീണു പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ചെറിയ എക്സ്പീരിയൻസ് ആക്കിയിട്ട് എൻ്റെ ആൻസർ നോട്ട്ബുക്കിൽ എഴുതുക. ദെൻ സെക്കൻഡ്,
Have you ever seen someone climb a small wall? What do you think is the difference between climbing a wall and climbing a high rock? ആരെങ്കിലും ഒരു ചെറിയ മതിലൊക്കെ കയറുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മതിൽ കയറുന്നതും അതുപോലെ ഉയർന്ന പാറയിൽ കയറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ, ഒരു മതിൽ കയറുന്നതും ഒരു പാറ കയറുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം അത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ കയറുന്നതിൽ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ റിവറിൻ്റെത് പറഞ്ഞു. ദെൻ റോക്ക് ക്ലൈമ്പിംഗ് ആണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ക്യാമ്പിലുണ്ടായിരുന്ന ഈ ഫണ്ണി ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. ഒരു തമാശ രൂപത്തിലുള്ള അവരുടെ ക്യാമ്പിലുണ്ടായിട്ടുള്ള ഒരു ഫണ്ണി ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. ഫണ്ണി ഇൻസിഡൻറ്റ് നടക്കുന്നത് 14 ഫെബ്രുവരി 1984 1984 ഫെബ്രുവരി 14 ഈ ഒരു ഫണ്ണി ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഇറ്റ് വാസ് ഈവനിങ്. എന്തായിരുന്നു? ഒരു ഈവനിങ്, വൈകുന്നേരമായിരുന്നു. ഖൊണ്ടോൻബി വാസ് ഫീലിംഗ് ഹാങ്ക്രി. ഖൊണ്ടോൻബിക്ക് എന്താണ്? ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നി. വി ഡിഡ് നോട്ട് ഹാവ് എനിത്തിങ് ടു ഈറ്റ്. ഞങ്ങൾക്ക് കഴിക്കാൻ ഞങ്ങളെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷീ ജംപ്ഡ് ഓവർ ദ ഫെൻസ് ആൻഡ് ഗോട്ട് ഇൻ ടു എ ഫീൽഡ്. ഷീ കുക്കിലി പ്ലക്ക്ഡ് 2 big cucumbers ആൻഡ് കം ബാക്ക്. അവളെന്താ പെട്ടെന്ന് തന്നെ വേലിക്ക് മുകളിലൂടെ ഒരു വയലിലേക്ക് ചാടി. അവിടുന്ന് 2 കുക്കുംബറൊക്കെ പറിച്ചിട്ട് വേഗം തിരിച്ചു വന്നു. ജസ്റ്റ് ദെൻ എ വുമൺ came from behind the coat hold of her bag. She started saying something to Kondombi in her own language. അപ്പോൾ ആ വയലിലേക്ക് പെട്ടെന്ന് തന്നെ ചാടി അവിടുന്ന് 2 കുക്കുംബറൊക്കെ പറിച്ച് കൊണ്ടുപോയി തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ തന്നെ ഒരു സ്ത്രീ പിന്നിൽ നിന്ന് വന്ന് കൊണ്ടോമ്പിയുടെ ബാഗ് പിടിച്ചു വെച്ചു. എന്നിട്ട് ആ സ്ത്രീ എന്തായി? കൊണ്ടോമ്പിയോട് അവരുടെ ലാംഗ്വേജിൽ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. വി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ വാസ് സേയിങ്. ആ സ്ത്രീ, ആ ഒരു വുമണ് എന്താണ് അവരോട് പറയുന്നതെന്ന് അവർക്കൊന്നും മനസ്സിലായിരുന്നില്ല. കൊണ്ടോമ്പി വാസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഇൻ ഹെർ മിസോ ലാംഗ്വേജ് വിച്ച് വി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അതിനെന്താ പറയുക, കൊണ്ടോമ്പി അവളുടെ മിസോ ലാംഗ്വേജിലും അത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ 2 പേർ പറയുന്ന ലാംഗ്വേജും പരസ്പരം മനസ്സിലാവുന്നില്ല. കൊണ്ടോമ്പി കുക്കുംബർ പറിച്ചതിന് ആ വുമണ് അവരുടേതായ ലാംഗ്വേജിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കൊണ്ടോമ്പി തിരിച്ച് മിസോ ലാംഗ്വേജിൽ അവരോട് പറയുന്നത് അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഐ ട്രൈഡ് ടു എക്സ്പ്ലെയിൻ ഇൻ ഹിന്ദി ബട്ട് നെയ്തർ ഓഫ് ദം കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല, അങ്ങോട്ടും മനസ്സിലാവാതെ വന്നപ്പോൾ ഞാൻ ഹിന്ദിയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചു. ഫൈനലി ഐ ഫോൾഡഡ് മൈ ഹാൻഡ്സ് ടു സേ ദാറ്റ് വി വർ സോറി. പക്ഷെ ഞാൻ ഹിന്ദിയിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതും അവർക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒടുവിൽ ഞാൻ എന്ത് ചെയ്തു? സോറി പറയാൻ കൈ മടക്കി. അപ്പം നമ്മൾ പറയുമല്ലോ, ആംഗ്യഭാഷയിലൂടെ പറയാം. കാരണം ആ ഒരു സ്ത്രീ അവരുടെ വയലിൽ നിന്നായിരിക്കാം മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ കുക്കുംബർ പറിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർ പിടിച്ചു, കൊണ്ടോമ്പിയെ പിടിച്ചു. എന്നിട്ട് അവരുടെ ലാംഗ്വേജിൽ കൊണ്ടോമ്പിയെ ഒരുപാട് ചീത്ത പറയുക, എന്തൊക്കെയോ സംസാരിച്ചു. അപ്പോൾ കൊണ്ടോമ്പിക്കും എനിക്കും ആ ഒരു ലാംഗ്വേജ് മനസ്സിലായില്ല. കൊണ്ടോമ്പി അതിനെന്ത് ചെയ്തു? ഒരു എക്സ്പ്ലനേഷൻ, എന്താണ് ചെയ്തത് എന്നതിനൊരു എക്സ്പ്ലനേഷൻ മിസോ ലാംഗ്വേജിൽ കൊടുത്തു. അത് ആ സ്ത്രീക്ക് മനസ്സിലാവാഞ്ഞപ്പോൾ അത് ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നിട്ട് മനസ്സിലാവാതെ വന്നപ്പോൾ ഞങ്ങൾ കൈയൊക്കെ കൂപ്പി സോറി പറഞ്ഞു. ബൈ ദെൻ അവർ ഗ്രൂപ്പ് ഹാഡ് ഗോൺ ഫാർ അഹെഡ്. അപ്പോഴേക്കും ഞങ്ങളുടെ ഗ്രൂപ്പ് വളരെ മുന്നോട്ട് പോയി. ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്. അപ്പോഴേക്കും എന്താണ്? ഇരുട്ട് ആയിരുന്നു. ഐ തോട്ട് വി ഹാഡ് ലോസ്റ്റ് അവർ വേ. പിന്നെ ഞങ്ങൾക്ക് വഴി തെറ്റുമെന്ന് ഞാൻ കരുതി. ഞങ്ങൾക്ക് ഞങ്ങളെ വഴി തെറ്റി, അതായത് ഞങ്ങളെ വഴി നഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതി.
നൗ വി വർ റിയലി സ്കേർഡ്. അപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്തു? ശരിക്കും പേടിച്ചിരുന്നു. വി കുഡ് നോട്ട് സീ എനിത്തിങ് എവൻ വിത്ത് അവർ ടോർച്ചസ്. ഞങ്ങളുടെ ടോർച്ച് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഐ സ്റ്റാർട്ടഡ് സ്വീറ്റിംഗ് ഈവൻ ടഫ് ഇറ്റ് വാസ് കോൾഡ്. തണുപ്പാണെങ്കിലും ഞാൻ വിയർക്കാൻ തുടങ്ങി. കാരണം എന്താണ്? നല്ല തണുപ്പുണ്ടെങ്കിലും നമുക്ക് ഭയം വരുമ്പം നമ്മൾ വിയർക്കും. ഐ ടൈറ്റ്ലി ഹെൽഡ് കൊണ്ടോംബീസ് ഹാൻഡ്. ഐ കോൾഡ് ഔട്ട് ലൗഡ്ലി. കൊണ്ടോംബിയുടെ കൈകൾ മുറുകെ പിടിച്ചിട്ട് ഞാൻ ഉറക്കെ വിളിച്ചു. വേർ ആർ യു ഓൾ? നിങ്ങളെല്ലാവരും എവിടെയാണ്? ക്യാൻ യു ഹിയർ മീ? നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഉറക്കെ ചോദിക്കാൻ തുടങ്ങി. മൈ വോയിസ് എക്കോഡ് ഇൻ ദി മൗണ്ടൻസ്. എൻ്റെ വോയിസ് എന്താ? മലമുകളിലൊക്കെ എക്കോ അടിച്ചിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. വി ബോത്ത് സ്റ്റാർട്ടഡ് ടു വിസിൽ ലൗഡ്ലി ആൻഡ് ഫ്ലാഷ്ഡ് അവർ ടോർച്ചസ്. ഞങ്ങൾ രണ്ടുപേരും, അതായത് ഞാനും കൊണ്ടേമ്പിയും ഉറക്കെ വിസിലടിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ടോർച്ചുകൾ മിന്നി. അങ്ങനെ മിന്നിങ്ങനെ കളിപ്പിക്കൂലേ, അങ്ങനെ ഉറക്കെ വിസിലടിക്കാനും ടോർച്ചുകളൊക്കെ ആക്കാനും തുടങ്ങി. പ്രോബബ്ലി ദ ഗ്രൂപ്പ് ഹാഡ് നോട്ടീസ്ഡ് ദാറ്റ് വി വർ മിസ്സിങ്. അപ്പോഴേക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ ഞങ്ങളെ കാണാനില്ലെന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ടായിരിക്കാം. വി ഹിയർഡ് സം വിസിൽസ് അറ്റ് എ ഡിസ്റ്റൻസ്. കുറേ ഡിസ്റ്റൻസ് ലോങ്ങിൽ നിന്ന് ഞങ്ങളും ചില വിസിലുകളൊക്കെ കേൾക്കാൻ തുടങ്ങി. ഐ അണ്ടർസ്റ്റുഡ് ദ സിഗ്നൽ. ആ സിഗ്നൽ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അവിടുന്ന് ദൂരെ നിന്ന് പറയുന്ന ആ വിസിലൊക്കെ ഞങ്ങൾക്ക് ഒരു സിഗ്നലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വി ഹെൽഡ് ഈച്ച് അതേഴ്സ് ഹാൻഡ് ടൈറ്റ്ലി ആൻഡ് വെയിറ്റഡ്. കൊണ്ടേമ്പി ഫെൽറ്റ് ദാറ്റ് വി ഷുഡ് കീപ് ടോക്കിംഗ്. അങ്ങ് ഞങ്ങൾ പരസ്പരം കൈ മുറുകെ പിടിച്ചിട്ട് കാത്തിരുന്നു. അതുപോലെ കൊണ്ടേമ്പി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കണമെന്ന് തോന്നി. ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് എ മിസോ സോങ് ലൗഡ്ലി. കൊണ്ടേമ്പി എന്ത് ചെയ്തു? ഒരു മിസോ സോങ് ഉറക്കെ സൗണ്ടിൽ പാടാൻ തുടങ്ങി. ആഫ്റ്റർ സം ടൈം വി സോ ദം കമ്മിങ് ടുവാർഡ്സ് അസ്. അറ്റ് ലാസ്റ്റ് വി വർ വിത്ത് ദ ഗ്രൂപ്പ് അഗെയിൻ. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ നേരെ വന്നു. ഇത് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവരുടെ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു ഫണ്ണി ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. ഒരു ഈവനിങ്ങിൽ കൊണ്ടേമ്പിക്ക് വിശപ്പ് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു വയലിലേക്ക് ചെന്നിട്ട് അവിടുന്ന് 2 കുക്കുംബറൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ വന്നിട്ട് ഇവിടെ ബാഗ് പിടിച്ച് വെച്ചിട്ട് അവരുടെ ലാംഗ്വേജിൽ എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. അതിന് കൊണ്ടേമ്പി അവരുടെ മിസോ ലാംഗ്വേജിലും തിരിച്ചു പറഞ്ഞു. അത് രണ്ടും മനസ്സിലാവാനപ്പോൾ ഞാൻ ഹിന്ദി ലാംഗ്വേജിൽ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവർക്കത് മനസ്സിലായില്ല. അതിന് സോറിയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വന്നപ്പോഴേക്കും ഞങ്ങളെ ഗ്രൂപ്പ് മിസ്സായി. അപ്പോൾ ഭയം തോന്നി. അവരുടെ ടോർച്ച് വിസിലൊക്കെ അടിച്ചിട്ട് അവർ മുന്നോട്ട് വന്ന് അവർ ആ വിസിലൊക്കെ അടിക്കുമ്പോൾ ഗ്രൂപ്പിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവരും തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതായിട്ടുള്ളൊരു ഫണ്ണി ഇൻസിഡൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ടെൽ, ഇസ് ദർ എനിവൺ ഇൻ യുവർ ക്ലാസ് ഹൂസ് ലാംഗ്വേജ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്? നിങ്ങളുടെ ക്ലാസ്സിൽ ആരുടെയെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഉണ്ടോ? ഓർ ഹൂ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് യുവേഴ്സ്? അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജും മനസ്സിലാവാത്തവരായിട്ട് ഉണ്ടോ? വാട്ട് ഡു യു ഡു ഇൻ സച്ച് എ കേസ്? ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് നമ്മളുടെ ലാംഗ്വേജ് മനസ്സിലാവാത്ത ഒരാളോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ ലാംഗ്വേജ് മനസ്സിലാവാത്ത ഒരാളോ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ എങ്ങനെ ഒരു കേസ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദെൻ സെക്കൻഡ്, ഹാവ് യു എവർ ലൂസ് യുവർ വേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ വഴി തെറ്റിയിട്ടുണ്ടോ? വാട്ട് ഡിഡ് യു ഡു ദെൻ? അങ്ങനെ തെറ്റുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ദെൻ തേർഡ്, വൈ ഡു യു തിങ്ക് കൊണ്ടോമ്പി വുഡ് ഹാവ് സങ് ലൗഡ്ലി? എന്തുകൊണ്ടാണ് കൊണ്ടോമ്പി ഉറക്കെ പാടിയതെന്ന് നിങ്ങൾ കരുതുന്നു? ദെൻ ഫോർത്ത്, ഹാവ് യു എവർ സീൻ സമ്മൺ ഡൂയിങ് സംതിങ് സ്പെഷ്യൽ ടു ഗെറ്റ് ഓവർ ദെയർ ഫെയർ? വാട്ട് ആൻഡ് വെൻ? അവരുടെ ഭയം മറികടക്കാൻ ആരെങ്കിലും
എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഭയം മറികടക്കാൻ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്ത്, എപ്പോൾ? അതാണ് ചോദിക്കുന്നത്. ആഫ്റ്റർ വാച്ചിങ് ദ ക്ലാസ് റൈറ്റ് ദ ടെൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ദെൻ ട്രൈ. ആസ്ക് യുവർ ഫ്രണ്ട് for a book without speaking. Try to explain something to the class in the same way. നിങ്ങളുടെ ഫ്രണ്ടിനോട് സംസാരിക്കാതെ ഒരു ബുക്ക് ചോദിക്കുക. അതുപോലെ ക്ലാസ്സിൽ എന്തെങ്കിലും അവരോട് വിശദീകരിക്കാനും ശ്രമിക്കുക. എങ്ങനെ ഉണ്ടാവരുത്? സംസാരിക്കാതെ ഒരു ബുക്ക് ചോദിക്കാനും അതുപോലെ എന്തെങ്കിലും ക്ലാസ്സിലൊക്കെ ഒരു ഇൻസിഡൻറ്റ് വിശദീകരിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ആകുമ്പോൾ നമ്മൾ വീട്ടിലാണ്, ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ റിലേറ്റീവ്സിനോടോ നമ്മളെ പാരൻസിനോടൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. But today we will discuss a small topic in this chapter 9 up you go. First we will discuss a എക്സ്പീരിയൻസ് ഓഫ് റോക്ക് ക്ലൈമ്പിംഗ് അല്ലേ. ഒരു റോക്ക് ക്ലൈമ്പിംഗ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ അവരുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരു ഫണ്ണി ഇൻസിഡൻറ്റുമാണ് പറഞ്ഞിട്ടുള്ളത്. ഡു യു അണ്ടർസ്റ്റാൻഡ് അവർ ക്ലാസ്? ആഫ്റ്റർ വാച്ചിങ് ദ ക്ലാസ് ദ റോക്ക് ക്ലൈമ്പിംഗ് പോർഷൻസ് ടെൽ ക്വസ്റ്റ്യൻ ആൻസർ ആൻഡ് second a funny incident tell question answer write in your notebook. Okay, bye dear children, meet in next class.